നമസ്കാരം. മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗതാഗത ടൂറിസം രംഗത്ത് വികസന കുതിപ്പാകാൻ മലപ്പുറം, വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട നിലമ്പൂർ മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ ജനപ്രതിനിധികൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. നിലമ്പൂർ രാമംകുത്ത് വലിയ മരക്കൊള്ള നടന്നിരിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ. പൊതുസ്ഥലത്ത് നിന്നിരുന്ന തേക്കടക്കമുള്ള വലിയ മരങ്ങൾ മുറിച്ചു കടത്തിയിരിക്കുകയാണ്. ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് പൊതുസ്ഥലത്ത് നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റിയതെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു. നിലമ്പൂർ മുതുകാട് നഗരസഭയുടെ അധീനതയിലുള്ള ചൂരക്കുളം ഉപയോഗരഹിതമായ നിലയിൽ. മുൻ ഇടതു ഭരണസമിതിയുടെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനത്തിനെന്ന പേരിൽ 48 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ചതാണ്. നിലമ്പൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പകൃഷിക്ക് തുടക്കമായി. അയ്യങ്കാളി നഗരസഭ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിയാണ് താമരക്കുളം ഡിവിഷനിൽ പുഷ്പകൃഷിക്ക് തുടക്കമിട്ടത്. AI ക്യാമറയിൽ കുടുങ്ങിയാൽ ഇനി പിന്നെപ്പോഴെങ്കിലും പിഴ അടയ്ക്കാം എന്ന് കരുതി ആരും മാറി നിൽക്കേണ്ട. ട്രാഫിക് നിയമലംഘകർക്ക് കടുത്ത പൂട്ടിടാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ പുത്തൻ ആയുധമായ നെക്സ്റ്റ് ജനറേഷൻ ചലാൻ പോർട്ടൽ സംസ്ഥാനത്ത് ഉടൻ നിലവിൽ വരും. വാർത്തകൾ വിശദമായി. ഗതാഗത ടൂറിസം രംഗത്ത് വികസന കുതിപ്പാകാൻ മലപ്പുറം, വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട നിലമ്പൂർ മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ ജനപ്രതിനിധികൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. നിലമ്പൂർ മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ കർമ്മസമിതി രൂപീകരണ യോഗം പോത്തുകൽ പഞ്ചായത്ത് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ നമുക്ക് പരമാവധി ഇത്തരം ഇതൊക്കെ നമുക്ക് അവരേക്ക് ഉൾപ്പെടുത്താം. പക്ഷെ അവരെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് നടക്കാവുന്ന ഒരു കാര്യമായി, അങ്ങനെ ഒരു ആശയമായിരിക്കണം. കാരണം നമുക്കൊരു ആവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല. ആവശ്യം നമുക്കൊക്കെ പറയാം, എന്റെ വീട്ടിൽ റോഡ് വേണം, അവിടെ റോഡ് വേണം, ഇവിടെ റോഡ് വേണം, അത് ആവശ്യമാണ്. പക്ഷേ ആവശ്യത്തോടൊപ്പം തന്നെ ഇത് നടപ്പാക്കാനുള്ള രീതി കൂടി നമ്മളതിന്റെ മുന്നിൽ വെച്ചു കൊടുത്താൽ, ക്രിയാത്മകമായ ഒരു രീതി കൂടി മുന്നിൽ വെച്ചു കൊടുത്താൽ കുറച്ചുകൂടി ഏത് കാര്യമാണെങ്കിലും നടക്കാൻ ഉൾക്കൊള്ളും. അപ്പൊ അതിനുള്ള ഒരു നല്ല ചർച്ചകൾ കൂടി ഇവിടെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മലപ്പുറത്തെയും വയനാട്ടിനെയും ഒന്നിപ്പിക്കുന്ന പാത എന്നതിലുപരി കേരളത്തിന്റെ വികസന രംഗത്ത് നാഴികക്കല്ലാകുന്ന പാതയാകും ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രിയങ്ക ഗാന്ധി MP, PV അബ്ദുൽ വഹാബ് MP, മന്ത്രി T സിദ്ദിഖ്, MLA മാരായ ആര്യടൻ ഷൗക്കത്ത്, IC ബാലകൃഷ്ണൻ, ഉഷ വിജയൻ, VS ജോയ്, TP അഷ്റഫ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C മാമ്പ്ര, ജില്ലാ പഞ്ചായത്ത് അംഗം NA കരീം എന്നിവർ മുഖ്യ രക്ഷാധികാരികളായും പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ് ചെയർമാനും CH ഇഖ്ബാൽ കൺവീനറുമായി 51 അംഗ നിലമ്പൂർ മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ കർമ്മസമിതിക്ക് രൂപം നൽകി. സർവകക്ഷി രാഷ്ട്രീയ പ്രതിനിധികളും വ്യാപാരി ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും അംഗങ്ങളാണ്. പാത കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ MLA-മാരെയും ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ച് തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും. പാത യാഥാർത്ഥ്യമായാൽ ബംഗളൂരുവിൽ നിന്നും എറണാകുളത്തേക്കുള്ള ദൂരത്തിൽ 70 കിലോമീറ്റർ കുറവുണ്ടാകും. നിലമ്പൂർ മുണ്ടേരിയിൽ നിന്നും വയനാട്ടിലെത്തുവാൻ നാടുകാണി വഴി 102 കിലോമീറ്റർ ചുറ്റിക്കറങ്ങണം. പാത യാഥാർത്ഥ്യമായാൽ കേവലം 48 കിലോമീറ്ററേ വരൂ. നിലവിൽ 12 കിലോമീറ്റർ മാത്രമേ പുതിയ റോഡ് വേണ്ടി വരികയുള്ളൂ. ഇതിൽ 4 കിലോമീറ്റർ കൃഷി വകുപ്പിന് കീഴിലുള്ള മുണ്ടേരി ഫാമിലൂടെയും 8 കിലോമീറ്റർ വനത്തിലൂടെയുമാണ്. വനത്തിലൂടെയുള്ള ഭാഗം പരിസ്ഥിതിക്കും വന്യമൃഗങ്ങൾക്കും ശല്യമില്ലാത്ത തരത്തിൽ എലിവേറ്റഡ് ഹൈവേയോ തുരങ്കപാതയോ ആക്കി മാറ്റാവുന്നതാണ്. നിലമ്പൂരിലെയും വയനാട്ടിലെയും ടൂറിസം രംഗത്തിനും പുതിയ ഉണർവായിരിക്കും ഈ പാത. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C മാമ്പ്ര, ജില്ലാ പഞ്ചായത്ത് അംഗം NA കരീം, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP സുഗതൻ, ഇഖ്ബാൽ മുണ്ടേരി, റഷീദ് എലുമ്പലാശ്ശേരി, മുസ്തഫ പാക്കട, സുധീഷ് ഉപ്പട, വിബീഷ്, രാജു തുരുത്തേൽ, ഹക്കീം ശങ്കരത്ത്, വയനാട് മേപ്പാടിയിൽ നിന്നുള്ള കർമ്മസമിതി പ്രതിനിധി P ഹൈദരാലി തുടങ്ങിയവർ സംസാരിച്ചു.
നിലമ്പൂർ രാമംകുത്ത് വലിയ മരക്കൊള്ള നടന്നിരിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ. പൊതുസ്ഥലത്ത് നിന്നിരുന്ന തേക്കടക്കമുള്ള വലിയ മരങ്ങൾ മുറിച്ചു കടത്തിയിരിക്കുകയാണ്. ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് പൊതുസ്ഥലത്ത് നിന്നും മരങ്ങൾ മുറിച്ചു മാറ്റിയതെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ രാമംകുത്ത് പ്രദേശത്ത് വലിയൊരു മരം കൊള്ള നടന്നിരിക്കുകയാണ്. പൊതുസ്ഥലത്ത് നിന്നിരുന്ന തേക്കടക്കമുള്ള വലിയ മരങ്ങൾ ഒരു മാനദണ്ഡവും പാലിക്കാതെ മുറിച്ചു കടത്തിയിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ അധികാരത്തിനോട് സ്വാധീനമുള്ള ചില വ്യക്തികളാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതിന്റെ എല്ലാ തെളിവുകളും ഞങ്ങളുടെ കൈവശമുണ്ട്. നിലമ്പൂർ ഭരിക്കുന്നത് UDF ആണ്, കോൺഗ്രസ് ആണ്. നിലമ്പൂരിന്റെ MLA UDF ആണ്, കോൺഗ്രസ് ആണ്. കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, UDF ആണ്. അധികാരമെല്ലാം ഞങ്ങളുടെ കൈവശമുണ്ട്. അതുകൊണ്ട് എന്തും ചെയ്യും എന്ന ഒരു സന്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്, നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. ഈ പൊതുമുതൽ അപഹരിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. പൊതുമുതൽ അപഹരിച്ചിട്ടും ഒരു നടപടിയും ഇതുവരെയും എടുത്തിട്ടില്ല. നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ മരം കൊള്ള അന്വേഷിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. അധികാരത്തിന്റെ ബലത്തിൽ എന്തും ചെയ്യാം എന്ന സമീപനമാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമപരമായി തന്നെ നേരിടുമെന്നും ഡിവൈഎഫ്ഐ CPIM പ്രവർത്തകർ പറഞ്ഞു. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ 21ാം ഡിവിഷൻ, അതായത് രാമംകുത്ത് പ്രദേശത്തെ വൻ മരം കൊള്ളയാണ് രാമംകുത്ത് പ്രദേശത്ത് നടന്നിട്ടുള്ളത്. രാമംകുത്തിലെ 1000 വീട് പ്രദേശത്ത് പൊതുസ്ഥലത്തുള്ള തേക്ക് മരവും മട്ടി ഉൾപ്പെടെയുള്ള വൻ മരങ്ങൾ ഒരു അനുമതിയുമില്ലാതെ, ഒരു മാനദണ്ഡവും പാലിക്കാതെ മുറിച്ച് കടത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ ഈ പ്രദേശത്തെ CPM ഈ പ്രദേശത്ത് സന്ദർശനം നടത്തുമ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനെതിരെ വിജിലൻസിനും മറ്റു ബന്ധപ്പെട്ട അധികാരികൾക്കും ഇതിൻ്റെ കുറ്റവാളികളെ, യഥാർത്ഥ മരം കടത്തിയ ആൾക്കാരെ കണ്ടെത്തി മാതൃകാപരമായി അവരെ തുറന്നു കാണിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അരുൺദാസ്, പ്രജിത്ത് KA, റിയാസ് കാവാട്, ലെനിൻ സുരാജ്, CPIM ബ്രാഞ്ച് സെക്രട്ടറി T അഷ്റഫ് തുടങ്ങിയവരും സംസാരിച്ചു. നിലമ്പൂർ മുതുകാട് നഗരസഭയുടെ അധീനതയിലുള്ള ചൂരക്കുളം ഉപയോഗരഹിതമായ നിലയിൽ. മുൻ ഇടത് ഭരണസമിതിയുടെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനത്തിനെന്ന പേരിൽ 48 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ചതാണ്. നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് CPM പ്രവർത്തകരിൽ ഒരു വിഭാഗം പരാതി നൽകിയത് വൻ വിവാദത്തിന് വഴിവെച്ചു. വിജിലൻസ് അന്വേഷണം തടയപ്പെട്ടതായി പരാതിക്കാർ പറയുന്നു. UDF ഭരണസമിതി അധികാരത്തിൽ വന്നെങ്കിലും പരാതിയിൽ അന്വേഷണം ഉണ്ടായില്ല. ചുറ്റും കാട് പിടിച്ച അനാഥമായ കുളം ഇന്ന് സാമൂഹിക വിരുദ്ധർക്ക് താവളമാണ്. പായൽ മൂടിയും മദ്യക്കുപ്പികൾ വലിച്ചെറിഞ്ഞും വെള്ളം മലിനമാണ്. നിലമ്പൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പകൃഷിക്ക് തുടക്കമായി. അയ്യങ്കാളി നഗരസഭാ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് താമരക്കുളം ഡിവിഷനിൽ പുഷ്പകൃഷിക്ക് തുടക്കമിട്ടത്. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് തൈനടിൽ ഉദ്ഘാടനം ചെയ്തു. ഏറെ സഹോദരിമാർക്ക് സംയുക്ത കൃഷി സംരംഭം തുടങ്ങുക, അതോടൊപ്പം തന്നെ നിലമ്പൂർ നഗരസഭയെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗം നിലമ്പൂർ നഗരസഭയുടെ മുഖച്ഛായ മാറ്റുന്ന പ്രവൃത്തികൾ, തരിശുരഹിത നഗരസഭ എന്ന കൺസെപ്റ്റിൽ പൂക്കൃഷിയിലൂടെ തുടങ്ങി ഇനി പച്ചക്കറിയും നെല്ലും അതുപോലെ തന്നെ ഫലവൃക്ഷ തൈകളുമൊക്കെ നട്ട് നിലമ്പൂർ നഗരസഭയിലെ ആളുകൾക്ക് തൊഴിൽ കൂടുതൽ വർദ്ധിപ്പിക്കാനും കൂടുതൽ ടൂറിസ്റ്റുകളെ, അത് മറ്റൊരു കൺസെപ്റ്റാണ് നമ്മുടെ MLAയുടെ, കൂടുതൽ ടൂറിസ്റ്റുകളെ നിലമ്പൂരിലേക്ക് ആകർഷിച്ചുകൊണ്ട് നിലമ്പൂരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക, ഇവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ആ ചിന്തയെ, അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൂവെങ്കിലും നൽകി എന്ന് പറയുന്നത് ആത്മാർത്ഥമായി ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നൽകി പിന്തുണയ്ക്കുക, ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ അനിവാര്യതയെ കാണിക്കുന്നതാണ്. നഗരസഭ വൈസ് ചെയർമാൻ ഷൗക്കത്ത് അലി കൂമഞ്ചേരി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ AT ഫ്രാൻസിസ് സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരീസ് ഷിബു, കൗൺസിലർമാർ കൃഷി ഓഫീസർ T വിശാഖ, തൊഴിലുറപ്പ് പദ്ധതി എഞ്ചിനീയർ രേഷ്മ, KP നിഷ, നിഷിത, പ്രദേശവാസികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. താമരക്കുളം ഡിവിഷനിൽ 80 സെന്റ് സ്ഥലത്താണ് ഓണത്തിന് വിളവെടുക്കുന്ന തരത്തിൽ 7000-ലധികം തൈകൾ നടന്നത്. ഹെൽമറ്റ് ഇല്ലാതെ വണ്ടിയോടിച്ചതിനോ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനോ AI ക്യാമറയിൽ കുടുങ്ങിയാൽ ഇനി പിന്നെ എപ്പോഴെങ്കിലും പിഴ അടയ്ക്കാം എന്നു കരുതി ആരും മാറി നിൽക്കേണ്ട.
ട്രാഫിക് നിയമലംഘകർക്ക് കടുത്ത പൂട്ടിടാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ പുത്തൻ ആയുധമായ നെക്സ്റ്റ് ജനറേഷൻ ഇ ചലാൻ പോർട്ടൽ സംസ്ഥാനത്ത് ഉടൻ നിലവിൽ വരും. കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കരിച്ച ഈ സോഫ്റ്റ്വെയർ വരുന്നതോടെ പിഴ അടയ്ക്കാതെ മാറി നിൽക്കുന്നവരുടെ കുടിശ്ശികകൾ കുന്നുകൂടുന്നത് ഒഴിവാക്കുവാനും നിയമലംഘനങ്ങൾക്ക് കൃത്യമായ ശിക്ഷ ഉറപ്പാക്കുവാനും സാധിക്കും. നിലവിൽ സംസ്ഥാനത്തെ RT ഓഫീസുകളിൽ ഈ പുതിയ സോഫ്റ്റ്വെയറിന്റെ പരീക്ഷണ ഓട്ടം വിജയകരമായി ആരംഭിച്ചു കഴിഞ്ഞു. പുതിയ പോർട്ടൽ യാഥാർത്ഥ്യമാകുന്നതോടെ ചലാൻ വന്ന് 45 ദിവസത്തിനകം പിഴ അടച്ചില്ലെങ്കിൽ വാഹനത്തിന്റെ നികുതി അടയ്ക്കൽ ഒഴികെയുള്ള മറ്റെല്ലാ RTO സേവനങ്ങളും കമ്പ്യൂട്ടർ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ബ്ലോക്ക് ചെയ്യും. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ, വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കൽ, വണ്ടിയുടെ ഉടമസ്ഥാവകാശം മാറ്റൽ, പെർമിറ്റ് തുടങ്ങിയ ഒട്ടുമിക്ക സേവനങ്ങളും ഇതോടെ വഴിമുട്ടും. ലൈസൻസ് പുതുക്കുവാനോ മറ്റ് ആവശ്യങ്ങൾക്കോ RT ഓഫീസിൽ ചെന്നാൽ ചെറിയൊരു പിഴയുടെ കുടിശ്ശിക പോലും കമ്പ്യൂട്ടർ സിസ്റ്റം അനുമതി നൽകാതെ തടഞ്ഞുവെക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ക്യാമറകളോ ഉദ്യോഗസ്ഥരോ വഴിതെറ്റായ ചലാനുകളാണ് ലഭിച്ചതെങ്കിൽ വാഹന ഉടമകൾക്ക് തെളിവുകൾ സഹിതം 45 ദിവസത്തിനകം ഈ പോർട്ടൽ വഴി ഓൺലൈനായി പരാതി നൽകുവാൻ അവസരമുണ്ട്. ഈ പരാതിയിൽ 30 ദിവസത്തിനകം ബന്ധപ്പെട്ട അധികൃതർ അന്തിമ തീരുമാനമെടുക്കണം. പരാതി നിരസിച്ചാൽ 15 ദിവസത്തിനകം കോടതിയെ സമീപിക്കാം. എങ്കിലും ചലാൻ തുകയുടെ 50% മുൻകൂറായി കെട്ടിവെക്കേണ്ടി വരും. നിശ്ചിത സമയത്തിനകം പിഴ അടയ്ക്കുകയോ പരാതി നൽകുകയോ ചെയ്യാത്ത പക്ഷം വാഹന ഉടമ കുറ്റം സംബന്ധിച്ചതായി സിസ്റ്റം സ്വയം കണക്കാക്കുകയും ചെയ്യും. വീട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് നടുറോഡിൽ പിഞ്ചുകുഞ്ഞ്, ബസ് ജീവനക്കാരുടെ മനസാന്നിധ്യത്തിൽ ഒഴിവായത് വൻ അപകടം. വാഹനങ്ങൾ ചീറിപ്പായുന്ന നടുറോഡിൽ ഇരിക്കുകയായിരുന്ന പിഞ്ചുകുഞ്ഞിനെ സമയോചിതമായ ഇടപെടലിലൂടെ ബസ് ജീവനക്കാർ രക്ഷപ്പെടുത്തി. കൊണ്ടോട്ടി പുളിക്കൽ വലിയ പറമ്പിലാണ് നാടിനെ നടുക്കിയതും ഒടുവിൽ ആശ്വാസകരവുമായി മാറിയതായ സംഭവം നടന്നത്. മുലകുടി മാറാത്ത പ്രായം മാത്രമുള്ള കുഞ്ഞാണ് വീട്ടുകാരുടെ കണ്ണ് വെട്ടിച്ച് നടുറോഡിലെത്തിയത്. റോഡിന് സമീപത്തുള്ള വീട്ടിലെ കുട്ടി അധികൃതരുടെയും വീട്ടുകാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പുറത്തിറങ്ങി വരികയായിരുന്നു. വാഹനങ്ങൾ അതിവേഗത്തിൽ കടന്നുപോകുന്ന വലിയ പറമ്പ് റോഡിന് നടുവിലാണ് കുട്ടി ഇരുന്നിരുന്നത്. ഈ സമയം റോഡിലൂടെ വന്ന ബസിന്റെ ഡ്രൈവറുടെ ശ്രദ്ധയിൽ കുട്ടി പെടുകയായിരുന്നു. ഒട്ടും സമയം കളയാതെ ഡ്രൈവർ പെട്ടെന്ന് തന്നെ ബസ് ബ്രേക്ക് ചെയ്ത് നിർത്തുകയായിരുന്നു. ബസ് നിന്ന് ഉടൻ തന്നെ കണ്ടക്ടർ ഓടിയിറങ്ങി കുട്ടിയെ സുരക്ഷിതമായി കൈകളിൽ വാരിയെടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണെന്ന് മനസ്സിലായതും ജീവനക്കാർ കുട്ടിയെ സുരക്ഷിതമായി ഭയന്നു വിറച്ച് ഓടിയെത്തിയ വീട്ടുകാരെ ഏൽപ്പിച്ചതും. ബസ് വെയിറ്റിംഗ് ഷെഡ് നന്നാക്കി അർജന്റീന ആരാധകർ. അന്തർ സംസ്ഥാന പാതയായ കോഴിക്കോട് നിലമ്പൂർ ഊട്ടി റോഡിൽ വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ പടിയിലെ ബസ് വെയിറ്റിംഗ് ഷെഡാണ് നന്നാക്കി മോടി പിടിപ്പിച്ചത്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് തങ്ങളുടെ ടീമിനുള്ള പിന്തുണ നൽകുകയാണ് ചെയ്യുന്നതെന്ന് ആരാധകർ പറഞ്ഞു. വെയിറ്റിംഗ് ഷെഡ് കഴുകി വൃത്തിയാക്കിയ ശേഷം അർജന്റീന ടീമിന്റെ ഫ്ലെക്സ് ഒട്ടിച്ച് ഭംഗിയാക്കുകയാണ് ചെയ്തത്. അർജന്റീന ആരാധകരായ ജംഷീർ, ഷാനു, മിഥുൻ, ഷിഹാബ്, അജ്മൽ, അൻഫൽ എന്നിവർ നേതൃത്വം നൽകി. 10,000 രൂപയോളം ചിലവ് വന്നതായി ഇവർ അറിയിച്ചു. കുടുംബശ്രീ മലപ്പുറം ജില്ലാ മിഷൻ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ ക്യാമ്പസ് 2026 പരിപാടി സംഘടിപ്പിച്ചു. 2025-26 വർഷം SSLC+2 വിജയിച്ച തദ്ദേശീയ മേഖലയിലെ മുഴുവൻ കുട്ടികളെ അനുമോദിക്കുന്നതിനും കരിയർ ഗൈഡൻസ് ക്ലാസ് നൽകുന്നതിനുമായി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം നിലമ്പൂർ നിയോജക മണ്ഡലം MLA ആര്യടൻ ഷൗക്കത്ത് നിർവഹിച്ചു. അതേപോലെ IGMMRൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം. കാരണം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് അത്, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സ്ഥാപനമാണ് അത്. നല്ല നിലയിൽ പോകേണ്ടത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ കോളേജിൽ പോകുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഹോസ്റ്റൽ ഇല്ല എന്നൊരു വലിയ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ പാലമാട് ചേർന്നാലും ഇവിടെ ചേർന്നാലും ഒക്കെ ഡെയിലി നിങ്ങൾ പോയി വരാനുള്ള ബുദ്ധിമുട്ട്, അതിന്റെ സാമ്പത്തിക ചെലവ്, ഇതൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതിനും നമുക്ക് ഒരു സംവിധാനം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിനും ഈ പറഞ്ഞ നമുക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് താമസിക്കാൻ ഒരു താൽക്കാലിക നമുക്കൊരു ഹോസ്റ്റലൊക്കെ ഉണ്ടാകുന്നത് വരെ 1-2 വർഷത്തേക്കെങ്കിലും ഒരു താൽക്കാലിക സംവിധാനം നമുക്കുണ്ടാകും.
മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ സ്വാഗതം പറയുകയും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്ര അധ്യക്ഷത വഹിക്കുകയും ചെയ്ത പരിപാടിയിൽ ജില്ലാ വികസന കമ്മീഷണറും തിരൂർ സബ് കളക്ടറുമായ ദിലീപ് കെ കൈനിക്കര IAS മുഖ്യാതിഥിയായി പങ്കെടുത്തു. കുടുംബശ്രീ നടപ്പിലാക്കുന്ന ബ്രിഡ്ജ് കോഴ്സ് സെന്ററുകളിലേക്കുള്ള പഠന സാമഗ്രികളുടെ വിതരണോദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് നിർവഹിച്ചു. ഈ വർഷം വിജയിച്ച തദ്ദേശീയ മേഖലയിലെ മുഴുവൻ കുട്ടികളും കുടുംബശ്രീ ജില്ലാ മിഷന്റെ സ്നേഹാദരം ഏറ്റുവാങ്ങി. തുടർ പഠനവുമായി ബന്ധപ്പെട്ട് കരിയർ ഗൈഡൻസ് ക്ലാസിന് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൌൺസിലിംഗ് സെൽ സംസ്ഥാന ഫാക്കൽറ്റി ഡോക്ടർ M വിനയകുമാർ നേതൃത്വം നൽകി. മമ്പാട് CDS ചെയർപേഴ്സൺ തങ്കമണി, ITDP പ്രൊജക്ട് ഓഫീസർ സുധീർ S, ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ RP സുരേഷ് ബാബു, കുടുംബശ്രീ മലപ്പുറം ADM C സനീറ E, കീസ്റ്റോൺ ഫൗണ്ടേഷൻ അഡീഷണൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഫസീല എന്നിവർ സംസാരിച്ചു. ഉന്നതികളിലെ SSLC+2 വിജയിച്ച കുട്ടികളെ കൂടാതെ രക്ഷിതാക്കൾ, അനിമേറ്റർമാർ, ബ്രിഡ്ജ് കോഴ്സ് മെന്റർമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്തു. നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ KK മുഹമ്മദ് സാനു നന്ദിയും പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.